ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സച്ചി സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ബാമയുടെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ബാമ പറയുന്നുണ്ട്, സച്ചി രേവതി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം, അവൾ നല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന കുട്ടിയാണ്, അവളുടെ മനസ്സിൽ കളങ്കമില്ല എന്നൊക്കെ ബാമ പറയുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാ ബാമ ആൻറ്റി അമ്മയോട് ഫോണിൽ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോഴേക്കും ബാമയ്ക്ക് ഉത്തരം മുട്ടുവാണ്. ബാമ അത് എന്ന് പറയുമ്പോഴേക്കും സച്ചി വീണ്ടും അടുത്തടവിറക്കുവാണ്. ബാമ ആൻറ്റിയെ ഞാൻ ചെറുപ്പം തൊട്ട് കാണുന്നതാണ്, അമ്മ എന്നെ അകറ്റി നിർത്തുമ്പോഴൊക്കെ എനിക്ക് സ്നേഹം നൽകിയിരുന്നത് ബാമാൻറ്റിയാണ്. എനിക്ക് ബാമാൻറ്റിയെ വളരെ ഇഷ്ടമാണ്, രേവതിക്കും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ബാമാൻറ്റി പറഞ്ഞു എന്ന് അറിഞ്ഞപ്പോഴേക്കും അവൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഭയങ്കര കരച്ചില, തകർന്ന അവസ്ഥയിലാണ് രേവതി എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അവളെ ഒറ്റയ്ക്കിട്ട് വരാൻ പേടിയായിരുന്നു. ഇങ്ങനൊരു അവസ്ഥയിൽ അവളുടെ മനസ്സിൽ പലതും കടന്നു വരുവേ, എന്തെങ്കിലും ചെയ്തു കളഞ്ഞാലോ എന്ന് വരെ എനിക്ക് പേടിയുണ്ട് എന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും ബാമ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയല്ലേ മോനെ സച്ചി, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് രേവതിയെ സംശയമൊന്നുമില്ല എന്ന് ബാമ വീണ്ടും പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആൻറ്റി ഇങ്ങനെയൊക്കെ പറയും, പക്ഷേ എൻ്റെ അമ്മ ആ കുറ്റം രേവതിയുടെ തലയെ തന്നെ അടിച്ചേൽപ്പിക്കാൻ നോക്കുക. ഇതിൽ നിന്നൊക്കെ രേവതിയെ രക്ഷിക്കാൻ ഒരൊറ്റ മാർഗ്ഗമുള്ളൂ ആൻറ്റി ഇപ്പം തന്നെ പോലീസിൽ വിളിക്കണം എന്ന് പറയുവാണ്. അപ്പോൾ ബാമ ചോദിക്കുന്നുണ്ട്, പോലീസിനെ വിളിക്കാനോ, എന്തിന്? പോലീസിനെ കേൾക്കുമ്പോഴേക്കും ബാമക്ക് പേടിയാവുകയാണ്. അപ്പോൾ സച്ചി പറയും, പിന്നെ നഷ്ടപ്പെട്ട തുക കണ്ടുപിടിക്കണ്ടേ, ആൻറ്റിക്ക് സംശയമുള്ള എല്ലാവരുടെയും പേര് പറഞ്ഞു, രേവതിയുടെ പേരും കൂട്ടത്തിൽ പറഞ്ഞു, തെറ്റ് ചെയ്തവരാരായാലും ശിക്ഷിക്കപ്പെടണം, പോലീസ് കണ്ടുപിടിക്കട്ടെ ആരാ പൈസ എടുത്തോണ്ടും പോയെന്ന്. ആൻറ്റിയുടെ മോൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആൻറ്റിക്ക് അയച്ചു തരുന്ന പൈസയാണ്, അത് നഷ്ടപ്പെടുന്നതിൻ്റെ വേദന എനിക്ക് മനസ്സിലാവും ആൻറ്റി, നമുക്ക് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാം, ആൻറ്റിക്ക് വയ്യെങ്കിൽ പറ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് സച്ചി ഫോൺ എടുത്തിട്ട് പോലീസിനെ വിളിക്കാൻ പോവാണേ. അപ്പോഴേക്കും ബാമ പറയുന്നുണ്ട്, സച്ചി വിളിക്കല്ലേ, പോലീസൊന്നും വേണ്ടാന്ന് പറയുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, ആൻറ്റി എന്തിനായി പേടിക്കുന്നത്? അപ്പോൾ ബാമ ഇങ്ങനെ പേടിച്ച് അത് പിന്നെ മോനെ അത് എൻ്റെ കാശല്ല എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി ചോദിക്കും, ആൻറ്റിയുടെ കാശല്ലെങ്കിൽ പിന്നെ അതാരുടെ കാശാ? അപ്പോൾ ബാമ പറയുന്നുണ്ട്, അത് ചന്ദ്രയുടെ കാശാ മോനെ എന്ന് പറയുമ്പോഴേക്കും സച്ചി ചോദിക്കും, ചന്ദ്ര അമ്മയുടെ കാശോ, അമ്മയ്ക്ക് എവിടെ നിന്നാ ഇത്രയും കാശൊക്കെ എന്ന് പറയുമ്പോഴേക്കും ബാമ ഒന്നും മിണ്ടുന്നില്ലേ. അപ്പോഴേക്കും സച്ചിക്ക് ചെറുതായിട്ട് ഡൗട്ട് അടിക്കുന്നുണ്ട്, ശരത്തിൻ്റെ വക്കീൽ ഇവിടെ വന്നായിരുന്നു എന്ന് ചോദിക്കുവാണ്. അപ്പോൾ ബാമ ഒന്നും മിണ്ടുന്നില്ല. ഓ ആൻറ്റി പറയില്ലല്ലേ, ഞാൻ വക്കീലിനെ തന്നെ വിളിച്ച് നോക്കാം എന്ന് പറഞ്ഞ് വക്കീലിനെ വിളിക്കാൻ വേണ്ടി സച്ചി വീണ്ടും ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ബാമ പറയുന്നുണ്ട്, വക്കീലിനെ ഒന്നും വിളിക്കണ്ട, ഞാൻ നടന്നത് പറയാമെന്ന് പറഞ്ഞിട്ട് സംഭവങ്ങളൊക്കെ ബാമ സച്ചിനോട് പറയുവാണ്. ശരത്തിനെതിരെയുള്ള കേസ് പിൻവലിക്കുവാണെങ്കിൽ 2 ലക്ഷം രൂപ തരാമെന്ന് വക്കീൽ പറഞ്ഞെന്നും ആ പൈസ മേടിച്ചിട്ടാണ് ചന്ദ്ര കേസ് പിൻവലിച്ചതെന്നൊക്കെ അറിയുമ്പോഴേക്കും സച്ചിക്ക് അത് ഭയങ്കര ഷോക്കാവുകയാണ്. സച്ചി ബാമേനോട് ചോദിക്കുന്നുണ്ട്, തെറ്റ് ചെയ്തവർ ചുറ്റിനുള്ളവരാ, എന്നിട്ട് ആ കുറ്റം മൊത്തം രേവതിക്ക് അല്ലേന്ന് ചോദിക്കുമ്പോഴേക്കും ബാമ പറയുന്നുണ്ട്, മോനെ ഞാൻ ഒരിക്കലും രേവതിയെ കുറ്റക്കാരിയാക്കിയിട്ടില്ല, ചന്ദ്രയാ അങ്ങനെയൊക്കെ പറഞ്ഞത്, അവൾ ഇവിടുന്ന് തന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ അവളെ തിരുത്താൻ ഞാൻ ശ്രമിച്ചതാ, പക്ഷെ അവൾ കേൾക്കുന്നില്ല മോനെ, ഞാൻ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെന്തെങ്കിലും ആവട്ടെ, എനിക്കപ്പോഴേ അമ്മ കേസ് പിൻവലിച്ചപ്പോഴേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, എന്തു പറ്റി അമ്മയുടെ പെട്ടെന്ന് മനസ്സ് മാറാൻ എന്താ കാരണം എന്ന് ഞാൻ ആലോചിച്ചു, ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടത്, 2 ലക്ഷം രൂപ കൈ വന്നതുകൊണ്ടാണ് അമ്മ ആ കേസ് പിൻവലിച്ചതല്ലേ, ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് സച്ചി ബാമയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ചന്ദ്രോദയത്തിലോട്ട് പോവാണ്. വീട്ടിലെത്തിയിട്ട് സച്ചി ഒരു ഡ്രാമ കളിക്കുവാണ്. ചന്ദ്രയുടെ വായിൽ നിന്ന് തന്നെ സത്യം എന്താണെന്ന് പറയിപ്പിക്കാനുള്ള ഒരു ഡ്രാമയാണ് സച്ചി കളിക്കുന്നത്. വീട്ടിൽ ചെന്നിട്ട് എല്ലാവരെയും ഹോളിൽ വിളിച്ചിരുത്തുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ എല്ലാവരും പറയും, എന്താ പെട്ടെന്ന് കാര്യം പറ, മനുഷ്യന് 100 കൂട്ട പണികളുള്ളതാണ് എല്ലാവരും പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങളെയൊക്കെ അറിയിക്കാനാണ് ഞാനിവിടെ വിളിച്ചു വരുത്തിയെന്നൊക്കെ പറയുമ്പോഴേക്കും എന്താണെന്ന് എല്ലാവരും ചോദിക്കുവാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ചില മനുഷ്യർ നമ്മൾ കാണുന്നത് പോലെയൊന്നും അല്ല, നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറമാണെന്ന് പറയുമ്പോഴേക്കും എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ തെളിയിച്ച് പറയാന്ന് രവീന്ദ്രൻ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ ബാമാൻറ്റിയുടെ വീട്ടിൽ നിന്നും മോഷണം പോയ പൈസ ആരാ എടുത്തതെന്ന് ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറയുവാണ്. ശ്രുതിക്ക് ഇത് കേൾക്കുമ്പോഴേക്കും പേടിയാവുകയാണ്. സച്ചിന് സത്യങ്ങളൊക്കെ അറിഞ്ഞോന്നോർത്ത് ടെൻഷൻ അടിച്ചിരിക്കുവാണ് ശ്രുതി. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ആരാ പൈസ എടുത്തത്? നിന്റെ ഭാര്യ മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ, അവളാ എടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ദേഷ്യം വരുമല്ലേ, ആരാ എടുത്തത് നീ പറയാന്ന് പറയുവാണ് ചന്ദ്ര. അതറിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഷോക്കാവും എന്ന് സച്ചി പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ ആളാരാന്ന് പറയടാ, ആ രേവതിയുടെ തലയിലുള്ള കുറ്റം ഒന്ന് പോയി കിട്ടുമല്ലോ എന്ന് പറയുമ്പോഴേക്കും സച്ചി ഇങ്ങനെ രവീന്ദ്രനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ നമ്മൾ ചിലവരെ അമിതമായിട്ട് വിശ്വസിക്കും, പക്ഷേ അതൊക്കെ തെറ്റായിരുന്നു എന്ന്, ആ വിശ്വാസമൊക്കെ ഒരു ചീട്ട് കൊട്ടാരം പോലെ ഒറ്റ ദിവസം കൊണ്ട് ഉടഞ്ഞില്ലാതാവുമെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞു എന്നൊക്കെ സച്ചി പറയുവാണ്. ഇത് കേൾക്കുമ്പോഴേക്കും രേവതി ഇങ്ങനെ സംശയത്തോടെ സച്ചിയെ നോക്കുന്നുണ്ട്.
എടാ എനിക്ക് ടെൻഷനാവുന്നു, ആളാരാണെന്ന് പറയടാ എന്ന് രവീന്ദ്രൻ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ടേ, ബാമാൻറ്റിയുടെ വീട്ടിൽ നിന്നും ആ പൈസ മോഷ്ടിച്ചത് രേവതി അണച്ചാന്ന് പറയുവാണ്. രേവതിക്ക് ഇത് കേൾക്കുമ്പോഴേക്കും ഭയങ്കര ഷോക്കാവുകയാണേ. തൻ്റെ സച്ചിയേട്ടൻ തന്നെ താനാണ് മോഷ്ടാവെന്ന് പറയുമെന്ന് രേവതി ഒരിക്കലും വിചാരിച്ചു പോലുമില്ല. രേവതി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ്. കുറച്ചു നേരം ആരും ഒന്നും മിണ്ടുന്നില്ലേ, എല്ലാവരും രേവതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ രേവതി സച്ചിനോട് ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ ഇത്, സച്ചിയേട്ടൻ തന്നെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആദ്യം അമ്മ ആ കുറ്റം എൻ്റെ തലയിൽ കെട്ടിവെച്ച് തന്നു, ഇപ്പോൾ ദേ സച്ചിയേട്ടനും അങ്ങനെ തന്നെ ചെയ്യുവാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഞാൻ സത്യമാണ് രേവതി പറയുന്നത്. ചന്ദ്രക്ക് അങ്ങോട്ട് സന്തോഷാവാണ്. രേവതിയുടെ തലയിൽ ആ കുറ്റം സച്ചി കെട്ടിവെച്ച് കൊടുത്തപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, കണ്ടോ ഞാൻ പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല, ഇപ്പം അവളുടെ ഭർത്താവ് തന്നെ പറയുന്നു അവൾ ആ മോഷ്ടിച്ചെന്ന്. ഇപ്പം എല്ലാവർക്കും വിശ്വാസമായില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി വന്ന് പറയുന്നുണ്ട്, അച്ഛാ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അച്ഛാ, ഞാനല്ല മോഷ്ടിച്ചത്. ഈ സച്ചേട്ടൻ്റെ അടുത്ത് ആരോ എന്തൊക്കെയോ പറഞ്ഞ് മനസ്സ് മാറ്റി വെച്ചിരിക്കുക, സച്ചേട്ടാ ഞാനല്ല അത് മോഷ്ടിച്ചെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, നീ തന്നെയാ രേവതി, ആരെയും അമിതമായി വിശ്വസിക്കരുതെന്ന് എനിക്കിന്ന് മനസ്സിലായി എന്ന് പറയുവാണ് സച്ചി. എന്താ നടക്കുന്നതെന്നറിയാതെ രവീന്ദ്രൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ തന്നെയാണോ ഈ പറയുന്നത്? അതും രേവതി ചേച്ചിയെ പറ്റി ഇങ്ങനെയൊക്കെ പറയാമോ സച്ചിയേട്ടാ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എടാ നടന്ന സംഭവമാടാ ഞാൻ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും രേവതി പൊട്ടിക്കരയുവാണ്. സച്ചിയേട്ടാ ഇങ്ങനെയൊന്നും പറയല്ലേ, എൻ്റെ നെഞ്ച് പൊട്ടിപ്പോവാന്നൊക്കെ പറയുന്നുണ്ട്. ചന്ദ്ര ഇരുന്ന് ചിരിക്കുവാണ്. എന്താടാ സച്ചി നീ പറയുന്നെന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഞാൻ അറിഞ്ഞ സത്യങ്ങളാണ് അച്ഛാ പറയുന്നതെന്ന് പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയും, കണ്ടോ അവളെ തലേ കയറ്റി വെച്ചിരുന്നവൻ്റെ വായും തന്നെയാണ് ഇപ്പോൾ ഈ സത്യങ്ങളൊക്കെ വരുന്നത്, അവൻ തന്നെ അവളാണെന്ന് പറഞ്ഞു കഴിഞ്ഞു, പിന്നെ നിങ്ങൾക്ക് എന്താ അത് വിശ്വസിക്കാൻ ഇത്ര ബുദ്ധിമുട്ടെന്ന് ചന്ദ്ര രവീന്ദ്രനോട് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല, ആരെന്ത് പറഞ്ഞാലും ശരി രേവതി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് രവീന്ദ്രൻ ഉറപ്പിച്ച് തന്നെ പറയുവാണ്. നിനക്കെന്താ വട്ടായോ സച്ചി, രേവതിയെപ്പറ്റി ഇങ്ങനെ വെറുതെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഞാൻ വെറുതെ ഒന്നും അല്ല, അറിഞ്ഞ കാര്യങ്ങളാ പറഞ്ഞതെന്നൊക്കെ പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഇവളുടെ അനിയനെ പോലെ തന്നെ ഇവളും ഒരു കള്ളിയാ, ഇവളുടെ വീട്ടുകാരും മൊത്തം കള്ളന്മാരാന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ അങ്ങോട്ട് ദേഷ്യം വരുവാണ്. ചന്ദ്രേ നീ വായടിച്ച് മിണ്ടാതിരിക്കുന്നുണ്ട്, എന്തെങ്കിലും അറിഞ്ഞിട്ടൊക്കെ സംസാരിക്കുമെന്ന് പറയുവാണ്. അച്ഛാ അമ്മയെ ചീത്ത പറയല്ലേ, അമ്മ ആദ്യം രേവതിയാന്ന് പറഞ്ഞപ്പോഴേക്കും ഞാനും ഒരുപാട് ഒച്ചയും ബഹളമൊക്കെ വെച്ചായിരുന്നു, പക്ഷെ ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായേ എന്നൊക്കെ സച്ചി ചന്ദ്രയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുവാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, സച്ചേട്ടാ രേവതി ചേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, സച്ചേട്ടനെ ആരോ എന്തോ പറഞ്ഞ് പറ്റിച്ചു വെച്ചിരിക്കുക എന്ന് പറയുമ്പോഴേക്കും വർഷം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെ എനിക്കും അറിയാം രേവതി ചേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നാണ് ഞാനും വിശ്വസിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, കേട്ടോടാ അവർ പറഞ്ഞത്, അവർ മനസ്സിലാക്കിയിടത്തോളം പോലും നീ രേവതിയെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ, കഷ്ടം എന്നൊക്കെ പറയുവാണ്. അവൾ അങ്ങനെ ചെയ്യാറില്ല ചാ, അതെനിക്കും അറിയാം, പക്ഷേ സാഹചര്യമായിരിക്കും അവളെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചെന്ന് സച്ചി പറയുമ്പോഴേക്കും രവീന്ദ്രൻ അങ്ങോട്ട് ദേഷ്യം കയറി വരുവാണേ. നീ എന്താണ് സച്ചി ഈ പറയുന്നത്, അങ്ങനെ എന്ത് സാഹചര്യമാണ് രേവതിക്ക് ഉണ്ടായി എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അത് പിന്നെ അനിയൻ്റെ കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 ലക്ഷം രൂപയുടെ ആവശ്യം വന്നായിരുന്നില്ലേ, അവിടെ നിന്ന് ഇവിടെ നിന്നും കടം മേടിച്ചിട്ട് ആ 5 ലക്ഷം രൂപ ഒപ്പിച്ചത്, അപ്പോൾ അവൾക്ക് പെട്ടെന്നുണ്ടായ ഒരു തോന്നൽ മോഷ്ടിച്ചതാവാം എന്നൊക്കെ സച്ചി പറയുവാണ്. ഇത് കേൾക്കുമ്പോഴേക്കും രേവതി സച്ചിനോട് പൊട്ടിത്തെറിക്കുവാണേ, ഞാൻ എടുത്തില്ലെന്ന് പറഞ്ഞില്ലേ സച്ചിയേട്ടാ, ആരുടെ മുമ്പിലായാലും ശരി ഞാൻ എൻ്റെ ആത്മാഭിമാനത്തെ പണയം വെക്കില്ല, ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് തന്നെ രേവതി ബഹളം വെച്ച് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, മിണ്ടാതിരിക്കടി അങ്ങോട്ട് മാറി നിൽക്ക്, എന്തു വലിയ മാനം, നിനക്കൊക്കെ മാനം ഉണ്ടോടി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അപമാനിക്കുവാണ് രേവതിയെ. അപ്പോൾ ഇതൊന്നും കേട്ട് രവീന്ദ്രൻ വെറുതെ ഇരിക്കുന്നില്ല, രവീന്ദ്രൻ ചന്ദ്രയെ നല്ല ചീത്ത പറയുന്നുണ്ട്. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി സച്ചിൻ, രേവതിയാണിത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല, നീ ഒന്നും അറിയാതെ ഈ സംസാരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഞാൻ എല്ലാം അറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്, ഞാൻ ബാമാൻറ്റിയുടെ വീട്ടിൽ പോയി സത്യങ്ങളൊക്കെ അറിഞ്ഞതാ, ബാമാൻറ്റിനോട് പോലീസിൻ്റെ അടുത്ത് പരാതി കൊടുക്കാൻ പറഞ്ഞിരിക്കുക എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കും, പരാതി കൊടുക്കാൻ പറഞ്ഞെന്നോ, ആര്? വേറെ ആര്, നമ്മുടെ അമ്മ തന്നെ. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ ആലോചിക്കും, ഞാൻ പരാതി കൊടുക്കാൻ പറഞ്ഞെന്നോ, ഇവനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ, ബാമ എന്തൊക്കെയാണാവോ ഇവനോട് പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് ചന്ദ്ര ഇങ്ങനെ ആലോചിക്കുവാണേ. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എന്താടാ സച്ചി പറയുന്നത്, കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറഞ്ഞു എന്നോ, അതും ചന്ദ്രയോ? അപ്പോൾ സച്ചി പറയും, ഹാ അച്ഛാ അമ്മ തന്നെ ആ രേവതിയുടെ പേരിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ ബാമ ആൻറ്റിയോട് പറഞ്ഞെന്നൊക്കെ പറയുവാണ്. അപ്പോൾ സുധി അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്, അമ്മ പറഞ്ഞത് ശരിയല്ലേ, പണം മോഷണം പോയി എന്നറിഞ്ഞാൽ പോലീസിലല്ലേ പരാതി കൊടുക്കേണ്ടത്. അപ്പോൾ ശ്രുതി ചീത്ത പറയുന്നുണ്ട്, സുധി നീ ആദ്യം ഒന്നും മിണ്ടാതിരിക്കുക, നമുക്ക് എന്താ സംഭവിച്ചതെന്ന് ക്ലിയർ ആയിട്ട് അറിയില്ലല്ലോ, വായടച്ച് മിണ്ടാതിരിക്കുന്നൊക്കെ പറയുവാണ്. ചന്ദ്രയും രേവതിയും ഒക്കെ ഇങ്ങനെ സംശയത്തിൽ നിൽക്കുവാണേ. സച്ചി രവീന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛാ രേവതി എന്തോ അറിയാതെ ചെയ്തു പോയതാ, അമ്മയോട് കംപ്ലൈൻ്റ് ഒന്നും കൊടുക്കല്ലേന്ന് ബാമാൻറ്റിയെ വിളിച്ച് പറയച്ഛാ, ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ നാണക്കേട്, എൻ്റെ ഭാര്യ ഒരു കള്ളിയാണെന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്ന് സച്ചി പറയുവാണ്.
അമ്മ പറഞ്ഞ ബാമാൻറ്റി കേക്കും. രേവതി അറിയാതെ ചെയ്തു പോയതല്ലേ അച്ഛാ. ഇത് പുറത്തറിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിനും കൂടിയാ നാണക്കേട്. എങ്ങനെയെങ്കിലും ഞാൻ ആ 2 ലക്ഷം രൂപ ഒപ്പിച്ചിട്ട് തരാമെന്ന് പറ. അമ്മയോട് കംപ്ലൈൻ്റ് ഒന്നും കൊടുക്കല്ലെന്ന് പറ അച്ഛാന്നൊക്കെ സച്ചി രവീന്ദ്രനോട് അപേക്ഷിക്കുവാണേ. രേവതി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നല്ലേടാ ഞാൻ പറയുന്നത്. പിന്നെ എന്തിനാ ഈ കംപ്ലൈൻ്റ് ഒക്കെ കൊടുക്കുന്നതെന്ന് രവീന്ദ്രൻ സച്ചിയോട് ദേഷ്യത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, ഇല്ല അച്ഛാ, അവൾ തെറ്റ് ചെയ്തു. കേസ് കൊടുക്കല്ലേന്ന് മാത്രം അച്ഛൻ അമ്മയോടൊന്ന് പറഞ്ഞാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ ഞാൻ അച്ഛൻ്റെ കയ്യിൽ തരാം. അച്ഛൻ തന്നെ അത് മേടിച്ച് അമ്മയ്ക്ക് കൊടുക്കണം എന്നൊക്കെ സച്ചി അപേക്ഷിക്കുവാണ്. നിന്നെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുവാണ് സച്ചി എന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട്. രേവതിയുടെ പേരിൽ കേസ് കൊടുക്കാതിരിക്കാൻ ഞാൻ നിന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ മേടിക്കണം, അതല്ലേ നീ പറഞ്ഞു വരുന്നത്? അത്രയും ഒരു തരം താഴ്ന്ന പ്രവൃത്തി ഞാൻ ചെയ്യണം അല്ലേ? നീ പോടാ സച്ചി, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണേ. അപ്പോൾ സച്ചി പുറകെ പോകുന്നുണ്ട്. അച്ഛാ പോലെ പോലെ, അച്ഛൻ ഇപ്പോൾ എന്താ പറഞ്ഞത്? അത്രയും തരം താഴ്ന്ന പ്രവൃത്തി അച്ഛൻ ചെയ്യില്ല എന്നല്ലേ? അതാണ് എനിക്ക് കേൾക്കേണ്ടതെന്ന് പറഞ്ഞ് സച്ചി കൈയടിക്കുവാണേ. സച്ചി എന്തിനേ കൈകൊട്ടുന്നതെന്നറിയാതെ എല്ലാവരും ഇങ്ങനെ ഇവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ, അച്ഛൻ ഒരിക്കലും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഈ വീട്ടിലുള്ള ഒരാൾ അതുപോലൊരു പ്രവൃത്തി ചെയ്ത് 2 ലക്ഷം രൂപയാ കൈപ്പറ്റിയിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് സച്ചി. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണേ. ഈ വീട്ടിലുള്ള ആളോ? ആരാ അതെന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതേ അച്ഛാ, ഈ വീട്ടിലുള്ള ഒരാൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഭാര്യ രേവതി ഒരിക്കലും ആ പൈസ മോഷ്ടിക്കില്ല. അവളല്ല മോഷ്ടിച്ചത്, അവളാ മോഷ്ടിച്ചതെന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാ അച്ഛാ എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് വന്ന് ചോദിക്കുന്നുണ്ട്, പിന്നെന്തിനാ സച്ചിയേട്ടാ ഇത്രയും നേരം രേവതി ചേച്ചിയുടെ തലയിൽ ആ കുറ്റം ചുമത്തി കൊടുത്തതെന്നൊക്കെ ചോദിക്കുവാണ്. ചില സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുവാനാടാ. ഞാൻ പറഞ്ഞായിരുന്നില്ലേ, ചിലവർ കേസ് പിൻവലിക്കാൻ വേണ്ടി 2 ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന്. അതാരാന്നറിയോ അച്ഛന്? നമ്മുടെ അമ്മ. അമ്മ 2 ലക്ഷം രൂപ ശരത്തിൻ്റെ വക്കീലിൻ്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയിട്ടാണ് ആ കേസ് പിൻവലിച്ചതെന്നൊക്കെ സച്ചി പറയുമ്പോഴേക്ക് രവീന്ദ്രൻ ഇങ്ങനെ ദേഷ്യത്തിൽ ചന്ദ്രനെ നോക്കുവാണ്. ആ പൈസയാണ് ചബാമാൻ്റെ വീട്ടിൽ നിന്നും കാണാതായതെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. രേവതിയുടെ കയ്യിൽ നിന്ന് മേടിച്ച 2 ലക്ഷം രൂപ രേവതി തന്നെ എടുത്തുവെന്നാണ് ഈ അമ്മ പറയുന്നതെന്ന് സച്ചി പറയുന്നുണ്ട്. പൈസ മേടിക്കുന്നത് തന്നെ തെറ്റാ. അതിൻ്റെ വലിയ തെറ്റാ രേവതിയുടെ തലയിൽ ആ കുറ്റം ചുമത്തി വെച്ചത്. ചോദിക്കച്ച അങ്ങോട്ടെന്ന് സച്ചി പറയുന്നുണ്ട് രവീന്ദ്രനോട്. രവീന്ദ്രൻ ഇത് സത്യമാണോ എന്ന് ചന്ദ്രനോട് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര ഒന്നും മിണ്ടാതെ മുഖവും താഴ്ത്തിക്കൊണ്ട് നിൽക്കുവാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, കണ്ടോ അച്ഛാ, അമ്മയ്ക്ക് ഉത്തരം മുട്ടി. അച്ഛൻ വേണം ഇതിനൊരു തീരുമാനം എടുക്കാമെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ എന്ത് തീരുമാനം എടുക്കാനാടാ? തെറ്റ് ചെയ്തത് നിന്റെ അമ്മയാ, കുറ്റവാളി അമ്മ. അപ്പോൾ ഇതിൽ വിധി കൽപ്പിക്കേണ്ടത് നീയും രേവതിയും കൂടിയാ. രേവതി പാവം അച്ഛാ, അവൾക്ക് ഇതിലൊരു അഭിപ്രായമൊന്നും പറയാനുണ്ടാവില്ല. പക്ഷെ എനിക്ക് പറയാനുണ്ട്. ഞാൻ ഇതിലൊരു തീരുമാനം പറയാം. അമ്മ ചെയ്ത തെറ്റിന് അമ്മ ഇപ്പം തന്നെ രേവതിയോട് മാപ്പ് പറയണം എന്ന് സച്ചി പറയുവാണേ. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ ദേഷ്യത്തിൽ സച്ചിയെ നോക്കുവാണ്. വർഷയും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശരിയാ, ആൻറ്റി മാപ്പ് പറഞ്ഞേ പറ്റൂ. തെറ്റ് ചെയ്യാത്ത രേവതി ചേച്ചിയുടെ തലയിൽ കുറ്റം മൊത്തം ചുമത്തി വെച്ച് കൊടുത്തത്. അപ്പോൾ പിന്നെ ആൻറ്റി എന്തായാലും മാപ്പ് പറയണം എന്ന് പറയുമ്പോൾ ചന്ദ്ര വർഷയെ ഇങ്ങനെ കളിപ്പിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയും, വർഷേ നീ ഒന്നും മിണ്ടാതിരിക്കുന്നു പറയുമ്പോഴേക്കും വർഷ പറയും, ഞാൻ എന്തിനാ മിണ്ടാതിരിക്കുന്നേ ശ്രീകാന്തേ, ഞാനുള്ള കാര്യങ്ങളല്ലേ ഈ പറയുന്നതെന്ന് പറയുവാണ്. ഞാൻ എന്തിനാ ഇവളോട് മാപ്പ് പറയുന്നേ? ആദ്യം എൻ്റെ കയ്യിൽ നിന്ന് പൈസ മോഷ്ടിച്ചത് ഇവളുടെ അനിയനല്ലേ എന്ന് ചന്ദ്ര പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, അതിന് ആരും അറിയാതെ വക്കീലിൻ്റെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ച് അത് കാണാനില്ലെന്നുള്ള കുറ്റം രേവതിയുടെ തലയിലും കെട്ടിവെച്ച് കൊടുത്തിരിക്കുന്നു. നീ മാപ്പ് പറഞ്ഞേ പറ്റൂ ചന്ദ്ര എന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ ഭ്രാന്തായോ എന്ന് ചന്ദ്ര രവീന്ദ്രനോട് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇത്രയും കാലം നിന്റെ കൂടെ ജീവിച്ചിട്ട് എനിക്ക് ഭ്രാന്ത് പിടിച്ചില്ലല്ലോ, അത് തന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുവാണ് രവീന്ദ്രൻ. എന്നിട്ട് രവീന്ദ്രനോടായിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ ആ കേസ് പിൻവലിച്ചില്ലായിരുന്നെങ്കിൽ ഇവളുടെ അനിയൻ ഇപ്പോൾ ജയിലിൽ പോയി കിടന്നാനേയിരുന്നു. ഇവർ പേടിച്ചതുപോലെ തന്നെ അവൻ്റെ ഭാവിയും പഠിപ്പും എല്ലാം പോകും. എന്തൊക്കെയായാലും കേസിന് വേണ്ടി കോടതി കയറി ഇറങ്ങി അവനെ ശിക്ഷയും കിട്ടും, പിന്നെ ഫൈനായിട്ടൊരു തുകയും അടയ്ക്കേണ്ടി വരും. അവനെ അതിൽ നിന്നൊക്കെ രക്ഷിച്ചത് ഞാനല്ലേ എന്ന് ചന്ദ്ര ചോദിക്കുവാണ്. അപ്പോൾ അവന് ഞാൻ കൊടുത്ത ഫൈനാണ് ആ തുക എന്നൊക്കെ ചന്ദ്ര പറയുവാണ്. തെറ്റ് ചെയ്തതും പോരാ അതിനെ ന്യായീകരിക്കുവാണോ ചന്ദ്രേ നീ എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ ഇവളോട് മാപ്പ് പറയണമെന്നോ? അപ്പോൾ രേവതി പറയുന്നുണ്ട്, അമ്മ എന്നോട് മാപ്പൊന്നും പറയണ്ട അമ്മേ. സച്ചേട്ടൻ അറിഞ്ഞ ഈ വിവരം ഞാനാണ് ആദ്യം അറിയുന്നതെങ്കിൽ വീട്ടിൽ പോലും വന്ന് ഇത് പറയില്ലായിരുന്നു എന്നൊക്കെ രേവതി പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഹോ, അവളുടെ അഭിനയം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ, അമ്മയെപ്പറ്റി നമുക്ക് നല്ലോണം അറിയാലോ. അമ്മ മാപ്പൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞേക്കാം, അതമ്മ ചെയ്തേ പറ്റൂ. ഇനി മേലാൽ രേവതിയെയോ രേവതിയുടെ വീട്ടുകാരെയോ കള്ളന്മാരുടെ കുടുംബമൊന്ന് വിളിച്ചു പോകരുത്. ഇനി അങ്ങനെ എങ്ങാനും വിളിച്ചു പോയാൽ ഈ സച്ചി ആരാണെന്ന് അറിയുമെന്ന് സച്ചി നല്ല ദേഷ്യത്തിൽ തന്നെ പറയുവാണ്.
അപ്പോൾ വർഷ പറയുന്നുണ്ട്, ആൻറ്റി രേവതി ചേച്ചിയുടെ മാപ്പ് പറയണം എന്നാണ് എൻ്റെയും ആഗ്രഹം. പക്ഷേ ആലോചിച്ച് നോക്കിയപ്പോഴേക്കും ആൻറ്റി ചെയ്തതിലും കുറച്ച് കാര്യമുണ്ടെന്ന് തോന്നി. എന്താണെന്ന് വെച്ചാൽ രേവതി ചേച്ചിയുടെ അനിയനെയും ജയിലിൽ വിടാതെ തടുത്തല്ലോ. പക്ഷേ വക്കീലിൻ്റെ കയ്യിൽ നിന്ന് ആ പൈസ മേടിച്ചത് മോശമായിപ്പോയി. ആൻറ്റിക്ക് പൈസയുടെ ആവശ്യമുണ്ടെങ്കിൽ രേവതി ചേച്ചിയോട് നേരിട്ട് ചോദിച്ചുകൂടായിരുന്നു. ഇതൊരുമാതിരി നാണം കെട്ട പരിപാടിയായി പോയി എന്ന് വർഷ പറയുമ്പോഴേക്കും ചന്ദ്ര ദേഷ്യത്തിൽ, എടാ ശ്രീകാന്തേ, നിൻ്റെ ഭാര്യ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്തും വർഷനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്, വർഷ പറഞ്ഞത് ശരിയല്ലേ അമ്മേ, നമുക്ക് സച്ചേട്ടനോടെങ്കിലും പൈസ വേണമെങ്കിൽ ചോദിക്കായിരുന്നു, അവരത് തരൂലായിരുന്നോ എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ സുധി ചന്ദ്രനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അമ്മ ചെയ്തതിൽ എന്താ തെറ്റ്, അമ്മയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയും, നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കെട്ട, പൈസ അടിച്ചു മാറ്റാനും പൈസ കൊണ്ട് ഓടാനും എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എൻ്റെ ടെൻഷൻ അതല്ല, ഈ രേവതിയല്ല ആ പൈസ എടുത്തതെങ്കിൽ പിന്നെ എൻ്റെ ആ 2 ലക്ഷം എവിടെ പോയി എന്നാണ് ഇങ്ങനെ ചന്ദ്ര ആലോചിക്കുന്നത്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രേ, അങ്ങനെ പൈസ മേടിച്ചത് തന്നെ തെറ്റാ, നീ കാരണം സച്ചിയുടെയും രേവതിയുടെയും 5 ലക്ഷം രൂപയാ നഷ്ടമായത്. ആ പൈസക്ക് വേണ്ടി അവരെന്തോരം ഓടിയെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ തീരുമാനം പറയുക, നീ സ്വർണം വിൽക്കുക, എന്ത് വേണമെങ്കിലും ചെയ്തോ, അവരുടെ ആ 5 ലക്ഷം നീ തന്നെ കൊടുക്കണം എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ നെട്ടിത്തരിച്ച് നിൽക്കുവാണേ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനിർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.